ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു പ്രധാന ദുഃഖം അല്ലെങ്കിൽ ഒരു പരാതി എന്ന് പറയുന്നത് ശരിക്ക് കഷ്ടപ്പെടുന്നുണ്ട്, നല്ല വരുമാനവുമുണ്ട്, പക്ഷെ ആ പൈസ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പൈസ എങ്ങോട്ട് പോയി എന്ന് ഉള്ളതാണ് നോക്കുന്നത്. അപ്പോൾ പൈസ പോകാനായിട്ട് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം വീടിന്റെ വാസ്തുദോഷമാണ്. മറ്റുള്ള കാരണങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ല. ഒരു കാരണം നമ്മുടെ വീടിന്റെ വാസ്തുദോഷമാണ്. വാസ്തുദോഷം മൂലം നമ്മുടെ പൈസ എങ്ങനെ നഷ്ടപ്പെടാം എന്നുള്ളത് ഞാൻ പറയാം. ഒന്ന്, നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒന്നുകിൽ അത് സ്ക്വയറോ റെക്റ്റാങ്കിളോ ഷേപ്പിലായിരിക്കണം. സാർ, അത് വീട് വെക്കുമ്പോഴല്ലേ പറ്റത്തുള്ളൂ. ഞാൻ വീട് വെച്ചു പോയല്ലോ, എൻ്റെ വീട് ആ ഷേപ്പിലല്ല, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറേ, ഒരു ഭിത്തി കെട്ടേണ്ടടുത്ത് അല്ലെങ്കിൽ ഒരു റൂം കെട്ടേണ്ടടുത്ത് അല്ലെങ്കിൽ ഒരു ബേസ്മെന്റ് കെട്ടേണ്ടടുത്ത് എന്തെങ്കിലും ഒരു ടൂൾ വെച്ചത് കൊണ്ട് ഇതിന്റെ പരിഹാരമാവോ സാറേ? നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ നിലവിലുള്ള പ്രശ്നത്തെ അതിജീവിക്കാനായിട്ടും നിങ്ങൾക്ക് സൗഭാഗ്യത വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കൂ. അവിടെയാണല്ലോ എൻ്റെ റിസൾട്ടിലാണല്ലോ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കൂ, ഉറപ്പായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പൈസ നഷ്ടപ്പെട്ടു പോകാൻ വാസ്തുപ്രകാരമുള്ള കാരണങ്ങൾ. ഒന്നെന്ന് പറയുന്നത് വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ആ ഷേപ്പ് എടുക്കുമ്പോൾ വീടിന്റെ തെക്കു പടിഞ്ഞാറ്, അതായത് തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന കോർണർ, അതാണ് തെക്കു പടിഞ്ഞാറ് എന്ന് പറയുന്ന മൂല. ഈ മൂല നിങ്ങളുടെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ഉറപ്പായിട്ടും നിങ്ങളുടെ കലത്തിൽ വെള്ളം കാണില്ല. അതായത് വെള്ളം കോരാമെന്നേ ഉള്ളൂ, കലം നിറയില്ല. കാരണം പൈസ കൈ ഉണ്ടാക്കാമെന്നേ ഉള്ളൂ, കയ്യിൽ കാണില്ല, പൈസ നഷ്ടപ്പെട്ടു പോകും. ഇനി നിങ്ങൾക്ക് അവിടെ മിസ്സിംഗ് അല്ല, അവിടെ ഒരു കാർ പോർച്ചാണ് വന്നിരിക്കുന്നതെങ്കിലോ ഇത് തന്നെയാണ് ഫലം. അവിടെ സിറ്റ് ഔട്ട് ആണെങ്കിലോ ഇത് തന്നെയാണ് ഫലം. കാർ പോർച്ചുമില്ല, സിറ്റ് ഔട്ടും ഇല്ല, അവിടെ നിങ്ങളുടെ പ്രധാന വാതിലാണെങ്കിലോ അതും ഇത് തന്നെയാണ് ഫലം. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. ഇനി ഇവിടെ ഈ പറയപ്പെടുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലില്ല, പക്ഷേ നിങ്ങളുടെ വസ്തുവിലേക്ക് കടന്നു ചെല്ലാവുന്ന ഗേറ്റ് അല്ലെങ്കിൽ വഴി ഈ ഭാഗത്താണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇനി മറ്റൊരു കാര്യം, പൈസ കയ്യിൽ നിന്ന് രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടും പൈസ കയ്യിൽ നിൽക്കാതെ പോകുന്നതിന് അല്ലെങ്കിൽ പൈസയുടെ അധിക ചെലവിനുള്ള കാരണങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫെങ്ഷി പ്രകാരമുള്ളത്. ഇനി വീടിന്റെ തെക്ക് കിഴക്ക് മൂലയില്ല. ഇപ്പൊ നമ്മൾ തെക്ക് പടിഞ്ഞാറ് മൂല, കന്നിമൂലയെ പറ്റിയാണ് സംസാരിച്ചത്. ഇനി പറയുന്നത് തെക്ക് കിഴക്കേ മൂല, അതായത് തെക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്ന സൗത്ത് ഈസ്റ്റ് കോർണർ, അതായത് അഗ്നികോണ് വീട്ടിലില്ല, നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. സൗത്ത് ഈസ്റ്റ് വീട്ടിലുണ്ട്, പക്ഷെ ആ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഇരിക്കുന്നത് ഒരു ടോയ്ലറ്റ് ആണ്, സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, പൈസ ചെലവ് കൂടും. ഇതൊന്നുമല്ല, സൗത്ത് ഈസ്റ്റിൽ നിങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല, സൗത്ത് ഈസ്റ്റ് മിസ്സിംഗ് ഇല്ല, പക്ഷേ നിങ്ങളുടെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് സൗത്ത് വെസ്റ്റിലാണ്, സൗത്ത് ഈസ്റ്റിലാണ്, ഉറപ്പായിട്ടും കടബാധ്യതകളുള്ള സാധ്യത ഉണ്ടാവുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഇനി അവിടെ ഇതൊന്നും വന്നില്ല, നിങ്ങളുടെ കിണർ വന്നിരിക്കുന്നത് ആ ഭാഗത്താണ്, ഈ സെയിം പ്രോബ്ലം അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരാൾ ചോദിക്കും, സാറേ എനിക്ക് സെപ്റ്റിക് ടാങ്കും വന്നിട്ടില്ല, കിണറും വന്നിട്ടില്ല, പക്ഷേ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറിന്റെ കുഴി അവിടെയാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? ഉറപ്പായിട്ടും സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, കടബാധ്യതയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കടബാധ്യതയിലേക്ക് പോകും, നമ്മുടെ പൈസ കയ്യിൽ നിൽക്കില്ല, എന്നീ പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാവും. മറ്റ് രണ്ട് കാരണങ്ങളും കൂടി വീട്ടിലുണ്ടാവും. ഇപ്പോൾ നിങ്ങളിത് മൊത്തവും പരിശോധിച്ചു, നിങ്ങളുടെ സൗത്ത് വെസ്റ്റിലൊരു പ്രോബ്ലം ഇല്ല, സൗത്ത് ഈസ്റ്റിലൊരു പ്രോബ്ലം ഇല്ല, വസ്തുവിലും അവിടെ ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ കിടക്കുന്ന റൂമിൽ 5 എന്ന് പറയുന്ന ഒരു നക്ഷത്രമുള്ള ഒരു റൂമിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. അതേസമയം നിങ്ങളുടെ എൻട്രൻസിലാണ് ഈ 5 വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടന്റ് സേവനം നിങ്ങൾ നേടുക. എന്നിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി ഒരുപാട് ആൾക്കാർ നമ്മുടെ യൂട്യൂബൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പല വീടുകളിലും നമ്മൾ കൺസൾട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇവർ ഈ കൺസൾട്ട് വീട് വെക്കാനായിട്ട് പോവുകയാണ്. ഇപ്പൊ കഴിഞ്ഞൊരു 5-6 കൊല്ലം കൊണ്ട് നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കൺസൾട്ട് ഇത് എൻ്റെ ഒരുപാട് പ്രോഗ്രാം, ഒരു 50-100 പ്രോഗ്രാം അവർ കണ്ടിട്ട് അവർക്ക് ഇതിനെ വ്യക്തമായിട്ട് ഒരു ഐഡിയ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഈ ഐഡിയ പ്രകാരം ഇവരൊരു വീടങ്ങ് പണിയും. ഇവരൊരു വീട് പണിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ, എൻ്റെ അനുഭവത്തിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത്, മുന്നോട്ട് പോകുമ്പോൾ ഇവർ ഉദ്ദേശിച്ച കണക്കൊരു റിസൾട്ട് ഇല്ല. സാറ് പറഞ്ഞ ഏകദേശം കാര്യങ്ങളെല്ലാം നോക്കിയാണ് ചെയ്തത്, പക്ഷെ ഒരു റിസൾട്ട് ഇല്ല. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ വിളിച്ചു. ഞാൻ പോയിട്ടുള്ള വീടുകളുടെ പറ്റിയാണ് പറയുന്നത്. എന്നെ വിളിച്ചിട്ട് ഇവർ വീട് കാണിച്ചപ്പോൾ ഫ്ലെയിങ് സ്റ്റാർ എടുത്തപ്പോൾ വളരെ മോശം സ്റ്റാറുകളാണ് എൻട്രൻസിൽ വന്നിരിക്കുന്നത്. നമുക്ക് യൂട്യൂബിലൂടെ പറഞ്ഞു കൊടുക്കാവുന്ന, അല്ലെങ്കിൽ ഇതിനകത്തോട് പറഞ്ഞു കൊടുക്കാവുന്ന, സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു കൊടുക്കാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഉള്ളറകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മറച്ചു പിടിക്കുന്നതല്ല, അത്
നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റത്തെ ഒരു പ്രോഗ്രാം കൊണ്ടോ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് ഇതിനെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. അത് ഓരോ വീട്ടിലെയും ചെന്നിട്ട് അവിടുത്തെ മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ ആ ഫ്ലൈയിങ് സ്റ്റാർ എടുക്കാൻ പറ്റൂ. ആ ഫ്ലൈയിങ് സ്റ്റാറിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. തെക്ക് കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷം 2024 തെക്ക് കിഴക്ക് ഭാഗത്ത് ബേസിക് ഫംഗ്ഷൻ അനുസരിച്ചിട്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് പ്ലാന്റ് വെക്കാം. കഴിഞ്ഞ വർഷം തെക്ക് കിഴക്ക് ഭാഗത്ത് അവർ ചെടി വെച്ചു, വീട്ടിൽ ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ കാരണം എന്താണ്? തെക്ക് കിഴക്ക് ഭാഗത്ത് വെച്ച ചെടിയാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തെക്ക് കിഴക്ക് ഭാഗത്ത് നിന്നിരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 2 ആയിരുന്നു. അപ്പോൾ ആ 2ന് പിന്നെ 2 എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് ഈ പ്ലാന്റ് ചെല്ലുകയാണെങ്കിൽ കൂടുതൽ ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് വെക്കാമെന്ന് പറയുന്നുണ്ട്. ഈ പറയുന്നതെല്ലാം ബേസിക് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യാനായിട്ട് പറ്റുന്നതും എളുപ്പം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള മാർഗ്ഗങ്ങളെന്ന് പറയുന്നത് ടൂൾസുകൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ചിത്രങ്ങളോ രൂപങ്ങളോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ പ്രോബ്ലംസ് വരാനായിട്ടില്ല, അഥവാ തെറ്റിപ്പോയാലും. അതേസമയം 5 എലമെന്റ്സിലേക്ക് നിങ്ങൾ കൈ കടത്തുമ്പോൾ, അതായത് ചെടികൾ വെക്കുമ്പോഴായാലും ശരി തന്നെ, അക്വേറിയം വെക്കുമ്പോഴായാലും ശരി തന്നെ, ക്രിസ്റ്റൽസ്, വിൻചെയിം എന്നിവ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് റോങ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫെങ്ഷുയിലെ ചില ടൂളുകളിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് 2025 സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ പിന്നെ മെറ്റലും കൂടെ ചേർന്നിട്ടുള്ള എനർജി ഒരുപാട് പ്രോസ്പെരിറ്റി നമുക്ക് തരുമെന്ന് ഫംഗ്ഷണൽ മാസ്റ്റേഴ്സ് പറയുന്നുണ്ട്. അപ്പം ഇതിനകത്തിരിക്കുന്ന ഈ സ്റ്റോൺസ് എന്ന് പറയുന്നത് രത്നങ്ങളാണ്. ഇത് രത്നങ്ങൾ എന്ന് പറയുമ്പോൾ ഉപരത്നങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നതാണ് ഈ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഇത് ഗ്രീൻ ജേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ്. അപ്പോൾ ഇതൊരു പ്യൂറായിട്ടുള്ള വെള്ളിയിൽ കെട്ടിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ ധരിക്കുമ്പോൾ നമുക്ക് ഈ വർഷം കുറച്ച് പ്രോസ്പെരിറ്റി കൂടും, അതിനോടൊപ്പം തന്നെ ഹെൽത്തും മെച്ചപ്പെടുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നു. ഇത് ടൈഗർ ഐ എന്ന് പറയുന്ന സ്റ്റോണും വെള്ളിയിൽ കിട്ടിയെടുത്തിരിക്കുന്നതാണ്. ഇത് എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കും. സെറ്റിൻ്റെ സ്റ്റോൺ ആണ്. അപ്പോൾ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം, ഇത് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന സ്റ്റോൺ ആണ്. ഒരുപാട് പേര് വാങ്ങിച്ച് ബ്രേസ്ലെറ്റും മാലകളും സ്റ്റോൺസും ഒക്കെ വാങ്ങിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ധരിക്കുന്ന നമുക്ക് വെൽത്തിനെ ആകർഷിക്കുകയും നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു അഡീഷണൽ റിസൾട്ട് എന്താണ്? ക്രിസ്റ്റലും മെറ്റലും കൂടി ചേർന്ന് വരുന്ന ഒരു എനർജിയും കൂടെ ഈ വർഷം നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. ഇനി ഇതെന്ന് പറയുന്നത് നമുക്ക് നവരത്നമാലയാണ്. അപ്പോൾ നവരത്നത്തിൽ വരുന്ന 9 സ്റ്റോണുകളാണ്. ഇത് ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റോണുകളാണ്. അപ്പോൾ ഇത് നമുക്ക് മാലയായി ധരിക്കാവുന്നതാണ്, നവരത്നമാല. ഇത് കരിങ്ങാലി മാലയാണ്. കരിങ്ങാലി മാല എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു സ്പിരിച്വൽ എനർജിയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് സ്കിൻ പരമായിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ ക്യൂർ ചെയ്യാനുള്ള ഒരു റെമഡി ആയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് പല തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിക്കൊക്കെ നമുക്കിത് ധരിക്കാം. നെഗറ്റീവ് എനർജിയെ തടയാനും ഇത് ധരിക്കാം. അതിൻ്റെ മാലയും ബ്രേസ്ലെറ്റുകളും ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു പ്രധാന ടൂൾ എന്ന് പറയുന്നത് ആമയാണ്. ആമയെന്ന് പറയുന്നത് സിൽവറിലെ ആമയാണ്. ഇത് പൂർണ്ണമായും ശുദ്ധമായ സിൽവറിൽ പിന്നെ പണിഞ്ഞ ആമയാണ്. ഇത് ആമ ഫംഗ്ഷൻ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനിൽ ഒരു പ്രധാന ഇതെന്ന് പറയുന്നത് തന്നെ ടോർട്ടോയിസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ടോർട്ടോയിസ് നമ്മുടെ ശരീരത്തിൽ ധരിക്കുമ്പോൾ നമുക്ക് തൊഴിലിനെയും ദീർഘായുസിനെയുമാണ് ആമ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അത് മെറ്റലിലുള്ളതാണ്. ഇത് നമുക്ക് ശരീരത്തിൽ ധരിക്കാവുന്നതാണ്. സ്ത്രീകൾക്കാണെങ്കിൽ ഇടത് കൈയിലും പുരുഷന്മാർക്കാണെങ്കിൽ വലത് കൈയിലും ധരിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളൊരു വർഷമായി 2025 ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.